Yes. So what we had covered in the last class, two laws, Faraday's laws of electromagnetic induction and Lenz's law. That notes we have to complete. Take them. Heading: Faraday's laws of electromagnetic induction. Number 1. Number 2. Lenz's law. L-E-N-Z. രണ്ട് ഹെഡിങ് എഴുതി വെച്ചിട്ട് തുടങ്ങും. അപ്പോൾ അടുത്ത പാരഗ്രാഫായി തുടങ്ങിയാൽ മതി ഹെഡിങ്ങിൻ്റെ താഴെ. According to Faraday's first law of electromagnetic induction. According to Faraday's first law of electromagnetic induction. According to Faraday's first law of electromagnetic induction. First law of, according to Faraday's first law of electromagnetic induction. Whenever the magnetic flux linked with a closed circuit, whenever the magnetic flux linked with a closed circuit changes, whenever the magnetic flux linked with a closed circuit changes, an EMF is induced. An EMF is induced in the circuit. An EMF is induced in the circuit. An EMF is induced in the circuit. അതാണ് ഒന്നാമത്തിലായിട്ട് അവിടെ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ തന്നെ സെക്കൻഡ് ലോ അപ്പോൾ അടുത്ത് പറയപ്പെട്ട അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് ഫാരഡേ. According to second law of Faraday, this induced EMF is proportional to the rate of change of magnetic flux. According to Faraday's second law, the second law of Faraday. According to second law of Faraday, this induced EMF is proportional to the rate of change of flux. This induced EMF is proportional to the rate of change of flux. Rate of change of flux. This induced EMF is proportional to the rate of change of flux. ഇത് എഴുതാൻ മതി, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലോ ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലോ എന്നുള്ള ഡെഫിനേഷൻ തന്നെയാണ്, ഇ എം ഇൻഡക്ഷൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് വരുമ്പോൾ സെക്കൻഡ് ലോ ആയി. ഇ പ്രപ്പോർഷണൽ ടു ഡി ഫൈവ് ബൈ ഡി ടി ഇങ്ങനെ എഴുതാം. ഇ പ്രപ്പോർഷണൽ ടു ഡി ഫൈവ് ബൈ ഡി ടി ഇത് എഴുതിയിട്ട് where E represent induced EMF, where E represent induced EMF in a circuit, where E represent induced EMF in a circuit, induced EMF in a circuit, E represent induced EMF in a circuit. Phi is the flux, magnetic flux. Phi is the magnetic flux. Phi is the magnetic flux linked with a circuit. Phi എന്ന് പറയുന്നത് magnetic flux linked with a circuit. Linked with a circuit. So that നമ്മൾ പറഞ്ഞെന്താ ഡി ഫൈവ് ബൈ ഡി ടി എന്താണ് അല്ലേ? So that d phi by dt is the rate of change of flux. So that d phi by dt is the rate of change of flux. So that d phi by dt is the rate of change of flux. അതാണ് നമ്മൾ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പറഞ്ഞു. 3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ. ഫൈൽ വരുന്ന മാറ്റത്തിൻ്റെ തോത് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്തതിൻ്റെ തോത്. മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ച് മാറും. നമ്മൾ പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ മെമ്മറി കൊണ്ടുവരുന്നുണ്ട്.
ഒരു കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റിൽ കോയിലിൻ്റെ രണ്ടറ്റങ്ങളെ ഗാലനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ക്ലോസ് സർക്യൂട്ട് വിത്ത് ഓർ വിത്തൗട്ട് എ കീ ഉണ്ടെങ്കിൽ കീ ക്ലോസ് ചെയ്യണം, അപ്പോൾ ക്ലോസ് സർക്യൂട്ടായി. എന്നിട്ട് എന്താ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ബാർ മാഗ്നറ്റിന് നോർത്ത് പോള് കൊണ്ടുവരുന്നു. എങ്ങനെയൊക്കെ? രണ്ട് തരത്തിൽ. ഒന്ന് സ്ലോ ആയിട്ട്, അതേ മാഗ്നറ്റ് അതേ കോയില് ഫാസ്റ്റ്, അതേ മാഗ്നറ്റ് അതേ കോയിൽ തന്നെ സെക്കൻഡ് കേസിൽ ഫാസ്റ്റ്. അവിടെ എന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്ത്? ഫാസ്റ്റായി മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന കേസിൽ പോയിന്റർ ഓഫ് ദി ഗാലനോമീറ്റർ കൂടുതൽ റിഫ്ലക്ഷൻ തരും, ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടുതലാണ് മീനിങ്. സ്ലോ ആയി മൂവ് ചെയ്യുന്ന കേസിൽ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഫാസ്റ്റായി മാഗ്നറ്റ് മൂവ് കൂടുതൽ ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കൂടാനുള്ള ഒരു കാരണം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റ്, ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ്, എവിടെ നിന്നാല് ഫ്ലക്സ് വരുന്ന ഈ മാഗ്നറ്റിൻ്റെ ചുറ്റുപാടുള്ള ഫീൽഡ് ആ കോയിലിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ കോയിലിൻ്റെ അടുത്താണ് മാഗ്നറ്റ് ഇരിക്കുന്നത് എന്നുള്ളതിനാൽ മാഗ്നറ്റ് സ്ലോ ആയി അടുപ്പിക്കുമ്പോഴും ഫാസ്റ്റായി അടുപ്പിക്കുമ്പോഴും ഇൻഡ്യൂസ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ് EMFൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ d∅dt ആയിട്ട് ഇൻഡ്യൂസ് EMFന് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറയുക? മാഗ്നറ്റും കോയിൽ സെയിം തന്നെ, മാഗ്നറ്റ് രണ്ടെണ്ണമാണ്, സ്പീഡ് ഓഫ് മോഷൻ സെയിം ആണ്. ഒരു സ്പീഡ് ഓഫ് മോഷനിൽ ഒരു മാഗ്നറ്റ് മൂവ് ചെയ്തു, രണ്ടാമത്തെ മാഗ്നറ്റ് അതേ സ്പീഡ് ഓഫ് മോഷനിൽ മൂവ് ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ മാഗ്നറ്റിന് പവർ കൂടുതലാണ്. ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്ത് എന്താണോ സെക്കൻഡ് മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്ത് കമ്പയർ ചെയ്യണമെങ്കിൽ സെക്കൻഡ് മാഗ്നറ്റിന് പവർ കൂടുതലാണ്, പോൾസിന് പോൾ സ്ട്രെങ്ത് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് മോഷൻ കമ്പയർ ചെയ്യേണ്ട, ഒരേ സ്പീഡിലാണ് ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതും എ എന്ന മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡിൽ തന്നെയാണ് ബി എന്ന മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് മോഷൻ കമ്പാരിസൺ ഉണ്ടോ? ഇല്ല. കോയിൽ സെയിം ആണോ? അതെ. സർക്യൂട്ട് സെയിം അല്ലേ? അതെ. പക്ഷേ മാഗ്നറ്റ് ഒരെണ്ണം വീക്കും മറ്റത് പവർഫുള്ളുമാണ്. പവർഫുൾ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന കേസിൽ കൂടുതൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഗാലനോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് പ്രകാരം കൂടുതൽ ഇൻഡ്യൂസ് കറണ്ട് ഉള്ളതായി കാണുന്നു. അപ്പോഴും d∅dt കൂടിയെന്ന് ചുരുക്കം. ഒരേ കോയില് ഒരേ സ്പീഡ് ഓഫ് മോഷൻ ബട്ട് ടു ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ്. അതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് എടുക്കുന്നത്. അവിടെയും അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ? ഫ്ലക്സ് φ എന്നെടുത്താൽ, മാഗ്നറ്റിക് ഫ്ലക്സിനെ φ വെബർ എന്നെടുത്താൽ d∅dt വെബർ പെർ സെക്കൻഡ് അതിലെഴുതാവുന്ന EMF ആകും. ഇത് ഈക്വൽ ടു എന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് 1 ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ അതാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? കോയിൽ തന്നെ മാറ്റാൻ പോകും. മാഗ്നറ്റ് ഒറ്റ മാഗ്നറ്റ് മതി, സ്പീഡ് ഓഫ് മോഷനും മാറുന്നില്ല. പക്ഷേ രണ്ട് കോയിലാണ് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് കോയിൽ എ എന്ന കോയിൽ, സെക്കൻഡ് കോയിൽ ബി എന്ന കോയിൽ. ഫസ്റ്റ് കോയിൽ ഗാലനോമീറ്ററായിട്ട് ക്ലോസ് സർക്യൂട്ട് ഉണ്ടാക്കി, സെക്കൻഡ് കോയിലും അതേമാതിരി തന്നെ, അല്ലെങ്കിൽ അതേ മാഗ്നറ്റ് അതേ ഗാലനോമീറ്റർ എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ അതേമാതിരി ഗാലനോമീറ്റർ എന്ന് പറയണം, സർക്യൂട്ട് ഉണ്ടാക്കി. എന്നിട്ട് രണ്ടാമത്തെ കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഫസ്റ്റ് കോയിലിൽ N1 നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡ് കോയിലിൽ N2 നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള കേസിൽ ഒരു മാഗ്നറ്റ് വെച്ച് ആകെ നമ്മൾ രണ്ടിലേക്ക് മാറ്റി മാറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഈ മാഗ്നറ്റ് വെച്ചിട്ട് എത്ര സ്പീഡ് ഓഫ് മോഷനിൽ ഫസ്റ്റ് കോയിലിലേക്ക് ഇത് മൂവ് ചെയ്തോ അതേ മാഗ്നറ്റ് അതേ സ്പീഡിൽ സെക്കൻഡ് കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്താൽ സെക്കൻഡ് കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെന്നുള്ള കാരണത്താൽ കൂടുതൽ ഇൻഡ്യൂസ് കറണ്ട് ഉള്ളതായി കണ്ടു. ഇതെല്ലാം ഈ എക്സ്പെരിമെൻറ്റ്സിൽ വന്നിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ഒറ്റ കാര്യമാണ് ഇതിൽ എഴുതി വന്നേക്കുന്നത്. ആ മൂന്ന് എക്സാമ്പിൾ പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമാണിത്, ഈ പ്രൊപ്പോർഷണൽ ടു d∅. അപ്പോൾ ഒരു കോയിലുമായി ലിങ്ക് ചെയ്യുന്ന നമ്മൾ വരച്ച സർക്യൂട്ട്, ഇതൊരു സർക്യൂട്ട്, ആ സർക്യൂട്ടുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ ആ ചേഞ്ച് ആകുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ആ ചേഞ്ച് ആകുന്നതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ആ മൂന്ന് തരത്തിൽ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് വിരോധമില്ല. ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താലും φ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് d/dt of φ. എങ്ങനെ വായിക്കണം? d/dt of φ എന്ന് വെച്ചാൽ d∅dt. നമുക്കതിനെ ഒരു ഷോർട്ട് ഫോമിൽ d∅dt എന്ന് വായിച്ചു പോകാം. ശരിക്കും വായിക്കുന്നത് d/dt of φ, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. ഇനി ഒരു ലോഡ് കംപ്ലീറ്റ് ആവും. അടുത്ത് പറയാം φ തുടങ്ങുന്നത്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, Len Z apostrophe S. Len Z apostrophe S. According to Lenz's law, the induced EMF or current, according to Lenz's law,
the induced EMF or current is in such a way that, according to Lenz's law, the induced EMF or current is in such a way that it opposes the cause of that current. According to Lenz's law, the induced EMF or current is in such a way that it opposes the cause. It opposes the cause മാത്രമേ എഴുതിയാൽ മതി. It opposes the cause of that current. It opposes the cause of that current. Cause ന്റെ കാരണം. എന്ത് റീസണിലാണോ ഒരു ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടായത് ആ റീസണെ എതിർക്കും. അപ്പം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മേജറായിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെൻസസ് ലോ. അപ്പോൾ ഒരു മൈനസ് ആയിട്ട് ഇവിടെ കമ്പോണ നമ്മൾ കേട്ടോ. അപ്പോൾ എഴുതണം ഇൻട്രൊഡ്യൂസിങ് ലെൻസസ് ലോ ഇൻ ഫാരഡേസ് ലോ. അങ്ങനെ എഴുതണം. കാരണം മൈനസ് ആയിട്ട് മാത്രം ഇടാൻ പറ്റില്ല. ഇൻട്രൊഡ്യൂസിങ് ലെൻസസ് ലോ എവിടെ? ഇൻ ഫാരഡേസ് ലോ. ഇൻട്രൊഡ്യൂസിങ് ലെൻസസ് ലോ എവിടെ? ഇൻ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോയിൽ നമ്മൾ ലെൻസസ് ലോ ലിങ്ക് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ കൊണ്ട് പ്ലഗ് ചെയ്യാൻ പോകണം. ഇൻട്രൊഡ്യൂസിങ് ലെൻസസ് ലോ ഇൻ ഫാരഡേസ് ലോ വി ക്യാൻ റൈറ്റ് എന്തെഴുതാം? വി ക്യാൻ റൈറ്റ് E equal to minus d∅dt. We can write E equal to minus d∅dt. നേരത്തെ ഈ മൈനസ് ഉണ്ടായില്ല, ഇതിനു മുമ്പ് എഴുതിയാലൊന്നും മൈനസ് ഇല്ല. ഇൻട്രൊഡ്യൂസിങ് ലെൻസസ് ലോ ഇൻ ഫാരഡേസ് ലോ വി ക്യാൻ റൈറ്റ് E equal to എന്നാൽ പ്രൊപ്പോർഷൻ എഴുതാം കേട്ടോ. E proportional to minus d∅dt. Minus d∅dt. The negative sign indicates Lenz's law. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. The negative sign indicates Lenz's law. The negative sign indicates Lenz's law. The negative sign indicates Lenz's law. The negative sign SIGN. The negative sign SIGN. Negative sign indicates Lenz's law. Negative sign indicates Lenz's law. അപ്പോൾ നിങ്ങൾ ഒരു പടം ഒന്നും കൂടി വരയ്ക്കണം. ഒരു പടം മാത്രം, ബാക്കി നമുക്ക് എഴുതാം. എക്സ്പ്ലനേഷൻ ഓഫ് ലെൻസസ് ലോ ഇൻ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് എന്ന് ഹെഡിങ് കൊടുക്കാം. പടം വരയ്ക്കുന്നതിൻ്റെ ഹെഡിങ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ലെൻസസ് ലോ ഇൻ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്. അതാണ് ഏറ്റവും പ്രധാനം. അത് പഠിച്ച ഈ ചാപ്റ്റർ എളുപ്പമായി. എക്സ്പ്ലനേഷൻ ഓഫ് ലെൻസസ് ലോ ഇൻ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്. എക്സ്പ്ലനേഷൻ ഓഫ് ലെൻസസ് ലോ ഇൻ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്. എന്നിട്ട് ഒരു പടം മാത്രം വരയ്ക്കാം. ഒരു കോയിലും അതിനോട് കണക്ട് ചെയ്യുന്ന കാലിലോമീറ്ററും ഒക്കെ ആണെങ്കിൽ കാണിച്ചാൽ GC കാലിലോമീറ്റർ. പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്ന വലത്തോടെ ഇടത്തോടെ എന്തെങ്കിലും കാണിച്ചു. പോയിന്ററിന്റെ ഒരു എന്താണ് ഡിഫ്ലക്ഷൻ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് കാണിച്ചത്, അങ്ങോട്ടെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു. എന്നിട്ട് ഈ കോയിലിന്റെ മുകൾ ഭാഗത്ത് N എഴുതണം, താഴെ S എന്ന് എഴുതണം. കറണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് കാണിക്കാം. കറണ്ട് ഇങ്ങനെ താഴത്തുനിന്ന് വന്നിട്ട് മുകളിലേക്ക് കാണിക്കണം. കറണ്ട് ഇങ്ങനെയാണ് കയറിപ്പോണം. ഓരോ ചുറ്റുകളിലും കറണ്ട് ഇങ്ങനെയാണ് കയറിപ്പോണം. ഇങ്ങനെയാണ് കറണ്ട് 5 ആമ്പിയർ. ഒരു ഗാലോമീറ്റർ വഴി അത് ആ സർക്യൂട്ട് അവിടെ പൂർത്തിയാകും. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് എന്നാണ് ഈ കാണിച്ചത് തൽക്കാലം. ഇതുകൊണ്ട് അങ്ങനെ വന്നു ഞാൻ പറയാം. ഇത് പഠിച്ചെടുത്താൽ ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമായി. ലെൻസസ് ലോ ആണെങ്കിലും മുഴുവൻ കയറി തന്നെ, ആപ്ലിക്കേഷൻ ലെവലിൽ മുഴുവൻ ലെൻസസ് ലോ കയറി വരും കേട്ടോ. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കത് പറയാം എന്താ. ലെൻസസ് ലോ മൈനസ് സൈൻ ആണ് ലെൻസസ് ലോ എന്ന് പറഞ്ഞു. പക്ഷേ മൈനസ് സൈൻ മാത്രമായിട്ട് ഒരു മീനിങ് ഇല്ല. അതുകൊണ്ടാണ് ഫാരഡേസ് ലോയിൽ കൂടെ ക്ലബ് ചെയ്തത്. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കി. എന്താ ഇപ്പോൾ എഴുതിയണേ? മൈനസ് സൈൻ ഷോസ് ദാറ്റ് മോഡ്. ഇപ്പം എന്താ എഴുതിയത്? Induced EMF or induced current is in such a way that it opposes its cause. ഇവിടെ കോസ് ഏതാ? ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ ഒന്ന് ആലോചിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. ഈ കോയിലിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്ത ഒരു സെല്ലുണ്ടോ? ഇല്ല. ഒരു വോൾട്ടേജ് സോഴ്സോ ബാറ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ജനറേറ്ററോ അല്ലെങ്കിൽ ഒരു സെല്ലോ, ഒരു ഡ്രൈ സെല്ലോ അല്ലെങ്കിൽ സാധാരണ ഒരു ബാറ്ററിയോ ഒന്നുമില്ല.
പക്ഷെ കറണ്ട് ഉണ്ടായോ? ഉണ്ടായി. എങ്ങനെ മനസ്സിലായി ഉണ്ടായിരുന്നു? ഗാലവോമീറ്ററിന്റെ പോയിന്റർ 0-ൽ നിന്നിരുന്നത് ഡിഫ്ലക്ട് ചെയ്യുന്നതായി കണ്ടു. അപ്പോൾ കറണ്ട് ഉണ്ടായെന്നുള്ളൊരു തെളിവാണ്. ആ കറണ്ടാണ് ഇൻഡ്യൂസ് കറണ്ട്. അങ്ങനെ ഉണ്ടായ EMF വേണ്ടി നമുക്ക് വോൾട്ട് കിടക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടറ്റങ്ങളെ ഒരു വോൾട്ട് മീറ്ററിലേക്ക് ഘടിപ്പിക്കണം. ആ രണ്ടറ്റങ്ങൾ എടുത്തിട്ട് ആ രണ്ടറ്റങ്ങളിൽ നിന്ന് ഒരു വോൾട്ട് മീറ്ററിൻ്റെ പ്ലസും മൈനസും എടുത്തിട്ട് അതിലേക്ക് കണക്ഷൻ കൊടുത്താൽ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യും. അപ്പോൾ ഇൻഡ്യൂസ് വോൾട്ട് എന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് എന്നുള്ളത് ഗാലവോമീറ്ററും അമ്മീറ്ററും വയ്ക്കാം. അമ്മീറ്ററാണെങ്കിൽ നേരിട്ട് എത്ര മില്ലി ആംപിയർ അല്ലെങ്കിൽ എത്ര മൈക്രോ ആംപിയർ കറണ്ട് ഉണ്ടായെന്ന് കാണിക്കും. ഇതാവുമ്പോൾ ഗാലവോമീറ്റർ പ്രസൻസ് ഓഫ് കറണ്ട് മാത്രമേ തരുന്നുള്ളൂ. എത്രയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ കറണ്ട് ഉണ്ടായോ? ഉണ്ടായി. നോർത്ത് പോള് താഴേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ആരോ. അപ്പോൾ ലെൻസസ് ലോ പറയുന്നത് ആ താഴേക്ക് കൊണ്ടുവരുന്നതിന് ഈ കോയിലുണ്ടായ കറണ്ട് വഴി ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എതിർക്കും. മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ്. ഇത് കറണ്ട് ക്യാരിങ് കോയിലായി. എങ്ങനെ? ഇൻഡ്യൂസ് കറണ്ട് പാസ് ചെയ്ത